കല്ലുപ്പ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി പോവില്ല. അതുകൊണ്ട് ചെറിയ താന്ത്രികങ്ങൾ ചെയ്താൽ മാത്രമേ നെഗറ്റീവ് എനർജി പോകൂ. അങ്ങനെയുള്ള ഒരു താന്ത്രികത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹായ്, ഹലോ, രാജി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. എന്നോട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോ കൂടെ, അമ്മേ ഇങ്ങനെ കണ്ണീർ ദോഷം, അതുപോലെ വീടിനൊക്കെ ശത്രുദോഷം, ഇതൊക്കെ പോവാൻ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പൊ അമ്മയ്ക്ക് അറിയാവുന്നത് കല്ലുപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വീട്ടിൽ എൻ്റെ അമ്മ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നമ്മളെ വീട്ടിലെ കണ്ണീർ ദോഷമാണെങ്കിലും നമ്മളെ കുട്ടികൾ ഉണ്ടല്ലോ, സ്കൂളിലേക്ക് പോകുമ്പോൾ തോനെ മുടിയും നല്ല സുന്ദരി കുട്ടികളായിരിക്കും, നന്നായി പഠിക്കുകയും ചെയ്യും. അവർക്കൊക്കെ ചിലവരുടെ നാവിന്റെയും കണ്ണിന്റെയും ദോഷം നല്ലോണം പറ്റും. ദൃഷ്ടിദോഷം, പ്രാക്ക് ദോഷം, ഇങ്ങനെയൊക്കെ പറ്റും. അതുപോലെ വീട്ടിലുള്ള അമ്മമാർക്കും പറ്റുന്നുണ്ട്. അപ്പൊ നമ്മള് വീട്ടിൽ നല്ല സൗഹൃദത്തിൽ കഴിയുമ്പോൾ കലഹങ്ങളൊക്കെ ഇല്ലാതെ ജീവിതം ഒന്ന് ഒതുങ്ങി നല്ല ഇതില് രീതിയിൽ പോവാന്ന് കാണുമ്പോഴേ ചിലവർക്ക് നമ്മളോട് ഒരു വൈരാഗ്യം തോന്നും. അപ്പൊ അവരുടെ ചില പ്രാക്കുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് തട്ടും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപ്പോണ്ട് ഒരു താന്ത്രിക എൻ്റെ അമ്മ ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ 5-6 പെൺകുട്ടികൾ ഉണ്ടാവുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. ദിവസം സ്കൂളിൽ പോവല്ലേ, ഒക്കെ തോനെ മുടിയും തടിയൊക്കെ ഉള്ള കുട്ടികളാ. അപ്പൊ അമ്മ ചെയ്തിരുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അമ്മ ചെയ്തിരുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ആളുകൾക്കാണ് ഇങ്ങനെ ദൃഷ്ടിദോഷവും കണ്ണുദോഷം, ഇങ്ങനെയൊക്കെ പ്രാക്ക് ദോഷം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾക്ക് ചെയ്യണത് എന്താന്ന് വെച്ചാല്, നമ്മള് എന്താ പറയാ, സ്റ്റീലിന്റെ പാത്രം നമ്മൾ ഉപ്പിന്റെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. കൂടുതൽ നല്ലത് ഗ്ലാസ് ആണ്, ഗ്ലാസിന്റെ ജാറുകൾ. പിന്നെ ഇപ്പൊ പ്ലാസ്റ്റിക് ഡപ്പയും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അമ്മയൊക്കെ ഗ്ലാസ് മാത്രം എടുത്തിരുന്നു, അല്ലെങ്കിൽ മണ്ണിന്റെ പാത്രങ്ങളാണ് എടുത്തിരുന്നത്. അന്നൊക്കെ മണ്ണിന്റെ കൂജകൾ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ മൺപാത്രങ്ങളിൽ കുട്ടികളെ പഠിച്ചിട്ട് ആരും കൊണ്ടുവന്ന് വെക്കണില്ല. എങ്കിലും ഗ്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ എല്ലാ വീട്ടിലും, ഇത്തിരി വലിയ ഗ്ലാസിന്റെ ജാറുകളൊക്കെ. അങ്ങനത്തെ ഒരു ജാറിലാണ് ഇത് നമുക്ക് വേണ്ടത്. അതിലൊരു അര ജാറ് നമ്മൾ വെള്ളം എടുക്കണം. ആദ്യം ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിക്കണം. നമ്മൾ വിശ്വസ്തയോട് കൂടിയിട്ട്. ഇങ്ങനത്തെ താന്ത്രികങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമ്മളുടെ വിശ്വസ്തത, നമ്മളെ മനസ്സിൽ എത്രണ്ട് വിശ്വസിക്കുന്നുണ്ട് അതാണ്. അല്ലാതെ നമ്മള് വിശ്വാസമില്ലാതെ മുഴുവനും നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഫലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്താണോ ആഗ്രഹിക്കണത്, നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കണത് എന്ന് വെച്ചാൽ നമ്മളതായി തീരുന്നുള്ളതാണ്. നമ്മളെ എല്ലാ ശാസ്ത്രങ്ങളും അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്. നമ്മളെ നല്ല കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതന്നെ സംഭവിക്കും. ഈ കാര്യത്തിലും അങ്ങനെ തന്നെ വേണം. നമുക്ക് എല്ലാ ശത്രുദോഷങ്ങളും മാറി കിട്ടി. എൻ്റെ കുട്ടിക്കാണെങ്കിലും ഒരു ഇതുമില്ല. ചില കുട്ടികളുണ്ട് സ്കൂളിൽ പോയി വന്നാൽ ചീമ്പി പിടിച്ച് വീട്ടിലിരിക്കുന്നു. അപ്പൊ നമ്മൾ കടുകും മുളകും ഒഴിഞ്ഞിടുന്നില്ലേ, അതിലേക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ് ഉപ്പിന്റെ പ്രയോഗം. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിനെ പറ്റി പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ, ആദ്യം പറയാൻ കാര്യത്തിലേക്ക്, നല്ലൊരു ഗ്ലാസ് ജാറിൽ ഒരു അര കാലിന് മുകളിൽ ലേശം വെള്ളം എടുക്കുക നമ്മള്. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ കയ്യിൽ പിടിക്കുക. ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ആദ്യം നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട് ഇങ്ങനെ ഒഴിഞ്ഞു പോരുക. അത് 3 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തോട്ട് 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് ഒഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉപ്പ് എന്ത് ചെയ്യുന്ന ഗ്ലാസ്സിലിട്ട് വെക്കുക. ആ വീട്ടിൽ എത്ര ആളുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഒഴിയണം. ഒരു 10 മിനിറ്റ് അതിന് വേണ്ടു. ഒരു ഒരു സ്പൂണേ വേണ്ടു, കുറേശ്ശെ, ചെറിയ സ്പൂണിന് ഒരു സ്പൂണെ നമ്മൾ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് മനസ്സിൽ നന്നായി നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ കുട്ടിയുടെ എല്ലാ ദോഷങ്ങളും ഇതുകൊണ്ട് കൂടി മാറിയെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ഒഴിയണം. അപ്പോ നമ്മളെ വീട്ടിൽ ആളില്ലെങ്കിൽ അത് ഫോട്ടോയെ നമുക്ക് ഒഴിയാം. സങ്കല്പിച്ച് ഒഴിഞ്ഞാൽ മതി. അപ്പോഴും നമ്മളെ ദോഷം മാറുന്നുണ്ട്. ചിലവര് ചോദിച്ചിട്ടുണ്ട് ആളില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫോട്ടോയ്ക്ക് ഒഴിയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് ഒഴിയാം. ഇത് പ്രത്യേകിച്ചും ഈ താന്ത്രികം ഫോട്ടോയ്ക്ക് ഒഴിയാൻ പറ്റുന്നതാണ് ഉപ്പാവുമ്പോൾ. അപ്പൊ നമ്മൾ ആളുകളെ 3 പ്രാവശ്യം ക്ലോക്ക് വൈസിലും നേരെ ഇങ്ങോട്ടും 3 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ആ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പൊ വീട്ടിലത്തെ എല്ലാവരും ഒഴിഞ്ഞു. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമുക്ക് വീടിന്റെ ദോഷം പോവാൻ, നമ്മളെ നല്ല വീട്, നമ്മളെ ചന്തള്ള വീട്, അങ്ങനെയൊക്കെ ആവുമ്പോഴും നമ്മളെ വീട്ടിലെ സൗഹൃദങ്ങൾ കാണുമ്പോഴും അനാവശ്യമായിട്ട് ആൾക്കാർക്ക് ചില ചിന്തകൾ വരും അല്ലെ. അത് കാരണം നമ്മളെ വീട്ടിലൊരു സമാധാനക്കേട്, കുടുംബ കലഹമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കലഹങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വീടിന്റെ ദോഷം പോവാനും നമുക്ക് അങ്ങനെ ചെയ്യാം. വീടിന്റെ ദോഷം പോവാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിടി കല്ലുപ്പ് എടുക്കണം. ഒരു സ്പൂണ് പോരാ, അതിനൊരു പിടി നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് നമ്മൾ വീടിനെ വലം വെക്കുകയാണ്. ആദ്യം വലത്തുനിന്ന് ഇടത്തോട്ട് വലം വെക്കും 3 പ്രാവശ്യം. പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് വലം വെക്കും, അതും 3 പ്രാവശ്യം.
അപ്പൊ ഈ കല്ലുപ്പ് നമ്മളെ കയ്യിൽ സുരക്ഷിതമായിട്ട് പിടിക്കണം. അപ്പൊ നമ്മൾ ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് വീടിന്റെ എല്ലാ ദോഷവും പോയി എന്ന് തന്നെ സങ്കല്പിച്ചിട്ട് വേണം നമ്മളിത് ഇങ്ങനെ വലം വെക്കാൻ. അപ്പൊ നമ്മൾ അങ്ങോട്ടും 3 പ്രാവശ്യം ഇങ്ങോട്ടും 3 പ്രാവശ്യം, മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഈ ഉപ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്നോ അതും നമ്മൾ ഗ്ലാസ്സിൽ തന്നെ ഇട്ട് വെക്കണം. ഈ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചോടുകൂടി പണി കഴിയണില്ല. നമ്മൾ ആ ഗ്ലാസ്സിലെ ഉപ്പ് നന്നായിട്ടൊരു ടീസ്പൂൺ എടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ അതിൽ പിന്നെ ഒന്നും പാടില്ല, ഉപ്പ് കലങ്ങുന്ന വരെ നമ്മൾ ഇളക്കണം. കലങ്ങുന്നവരെ ഇളക്കിയിട്ട് നമ്മൾ സിങ്കിൽ ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സിങ്കിൽ ഒഴിക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ദൂരെ വീടിന്റെ വളപ്പുന്ന് വിട്ടിട്ട് വേണം ഇത് കൊണ്ടുപോയി കളയാനാണ്. നമ്മൾ വല്ല ചെടികളുടെ ചോട്ടിലെ തെങ്ങിന്റെ ചോട്ടിൽ കൊണ്ടുപോയി പാരാം. നമ്മളെ വീടിന്റെ വളപ്പിന്റെ അപ്പുറത്തേക്ക് കുറച്ച് വിട്ടിട്ട് തന്നെ വേണം, അതിലിന്റെ അപ്പുറത്തേക്ക് വേണം. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് നമ്മളെ മുറ്റത്തുനിന്ന് ഒന്ന് വിട്ടിട്ടുള്ള തെങ്ങാണെങ്കിലും ഒഴിക്കാം. ഒരു കാരണവശാലും ഇത് സിങ്കിൽ ഒഴിക്കാൻ പാടില്ല. അപ്പൊ ഇതിങ്ങനെ ചെടികളുടെ ചോട്ടിലാണ് ഒഴിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് ചിലവരുടെ ഒരു പ്രാവശ്യം ഒഴിഞ്ഞാൽ ദോഷം പോയി എന്ന് വരില്ല. പിന്നെ ഒരു കാര്യം, ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ചോദിക്കും ഇപ്പോൾ ആൾക്കാര് കമന്റ് ബോക്സിൽ. ഇത് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും 2 ദിവസം ഒരു കുഴപ്പമില്ല. ബാക്കി ദിവസങ്ങളിലൊന്നും ഇങ്ങനത്തെ കല്ലുപ്പ് കൊണ്ടുള്ള താന്ത്രികങ്ങൾക്ക് നമുക്ക് അത്ര ഫലം കിട്ടില്ല. അപ്പൊ ചൊവ്വയും വെള്ളി ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ഇതിന് സമയപരിധി ഉണ്ട്. എപ്പോഴും നല്ലത് 12:30 to 3 മണിയുടെ ഉള്ളിലാണ് ഇതിന്റെ സമയം നല്ലത്. 12:30ക്കാണ് കൃത്യസമയമാണെങ്കിൽ ഏറ്റവും നല്ലതായി. വെറും 10 മിനിറ്റ് അല്ലേ ഇതിന് വേണ്ടു. അപ്പൊ നിങ്ങളിത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. 12:30ക്ക് ചെയ്യാം. 12:30ക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീടിനെ കുറച്ച് വിട്ടിട്ട് വെച്ചിട്ട് പിന്നെ ഗ്ലാസ് മോറി കൗത്തിട്ട് നമ്മൾ വെക്കുക. അത്രയും കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് എല്ലാവർക്കും ഫലം ലഭിച്ചു എന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്കൊരു മാസം വരേക്ക് ചൊവ്വയും വെള്ളിയിലെ ഏതെങ്കിലും ഒരു ദിവസം 4 ആഴ്ചകളിലെ 4 പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ 4 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷെ എന്തുണ്ടെന്നറിയോ, ഇതിനൊക്കെ നമുക്ക് എന്താണ്, വിശ്വസ്തതയാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് വിശ്വസിച്ച് ചെയ്താലേ നമുക്ക് എന്ത് ഫലിക്കുള്ളൂ. വിശ്വാസം ഇല്ലാത്തവർക്ക് എനിക്ക് ഓരോ കുട്ടികളെ ഇന്നും കൂടിയും കമന്റ് ബോക്സിൽ വന്നു, അമ്മ ചെയ്ത ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടി, ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കിട്ടി. കുടുംബകലഹമുള്ളവരാണ് കേട്ടോ പറയണ. ഭർത്താവും ഭാര്യയും കൂടി സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല, മക്കളോടും കൂടി ഒരു മുണ്ടാട്ടമില്ലാതെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് കുട്ടി പറയുന്നുണ്ട്. പേര് ഞാൻ വെളിപ്പെടുത്തണില്ല. അപ്പൊ അവള് പറയുന്നത്, എനിക്ക് 3ാമത്തെ ദിവസം തന്നെ അമ്മയെ നല്ല ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ അത് വിശ്വാസത്തോടു കൂടി ചെയ്യോണ്ട. ചില കുട്ടികൾ ഇത് ഓരോന്ന് വായതുകൊണ്ട് പറയാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ കല്ലുപ്പിന്റെ കാര്യത്തിലൊക്കെ വിശ്വസ്തത നല്ലതാണ് കേട്ടോ. ഏത് നെഗറ്റീവ് എനർജി നമ്മളെ കല്ലുപ്പ് ചെയ്യേണ്ടത് എന്താ വിചാരിച്ചാല്, കല്ലുപ്പിലേക്ക് നമ്മളെ നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കല്ലുപ്പിനുണ്ട്. നമ്മൾ താന്ത്രികം ചെയ്താൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഡപ്പയിലിട്ട് നമ്മളെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചാലില്ല. അപ്പൊ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് നമ്മൾ എന്തുണ്ടെന്നറിയോ, നമ്മൾ ഉപയോഗിച്ചതിന്റെ ബാക്കി പാടില്ല. നമ്മൾ പുതിയ ഇതിനൊക്കെ ആയിട്ടുള്ള ഉപ്പ് നമ്മളെ വീടുകളിൽ കൊടുന്ന് വെക്കുക. 4 മൂലയിലത്തെ നെഗറ്റീവ് എനർജി ഈ ഉപ്പ് നമ്മളെ കല്ലുപ്പ് വലിച്ചെടുക്കണം. അതോടുകൂടി നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ കറിയിൽ ഇട്ടതിന്റെ ശേഷമുള്ള ബാക്കിയുള്ള കല്ലുപ്പ് നമ്മൾ ഇതിനൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രത്യേക ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളതൊന്നും ഒരിക്കലും ആരും ഉപയോഗിക്കരുത്. അപ്പൊ അതിലൊക്കെ ഒരു അശുദ്ധത വരുന്നില്ലേ. അപ്പൊ അത് കാരണം നമ്മൾ കല്ലുപ്പ് ശുദ്ധമുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ വെക്കണ വീടാവുമ്പോഴൊക്കെ നമ്മൾ തൊടുവല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഒരു ഇതിന് പീരിയഡ്സ് സമയമൊന്നുമില്ല. പിന്നെ അതുപോലെ പുലവാലായ്മ ഒന്നും ഇല്ല കേട്ടോ. ഇതിന് എല്ലാ സമയത്തും ചെയ്യാം. സ്ത്രീകൾക്ക് ഇത് ചെയ്യണോണ്ട് ഒരു വിരോധവും ഇല്ല ഈ താന്ത്രികത്തിന്. കാരണം ഇതിൽ കല്ലുപ്പ് മാത്രമാണ് നമ്മൾ എടുക്കണത്. ഏലക്കായ, ഗ്രാമ്പു ഇതൊന്നും നമ്മൾ കൂട്ടുന്നില്ല. അപ്പൊ വെറും കല്ലുപ്പ് ആവുകൊണ്ട് നമുക്ക് ഏത് സമയത്തും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങളിത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലത്തെ നെഗറ്റീവ് എനർജി ഒക്കെ പോയി പോസിറ്റീവ് എനർജി വരും ഒരു മാസത്തിന്റെ ഉള്ളിലെന്നാണ് എനിക്ക് വിശ്വസിക്കാനുള്ളത്. എനിക്ക് അങ്ങനെയാണ് വിശ്വാസം. അപ്പൊ ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് പുതുതായിട്ടുള്ളതൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.